ഹായ് ഓൾ, അസ്സാം വലൈക്കും. വളരെ രുചിയുള്ള ഒരു ബീഫ് കുറുമയുടെ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ബീഫ് കറിയിലേക്ക് കശുവണ്ടിയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് വളരെ രുചിയോടെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയിലേക്ക് നല്ല പച്ച തേങ്ങ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഒരു 5 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഏകദേശം 1 കപ്പ് പാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടണം, ഒന്നാം പാൽ. അപ്പോൾ അതുപോലെ ഞാൻ പാലെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ രണ്ടാം പാലും കൂടി ഒരു കപ്പ് രണ്ടാം പാലും കൂടി നമുക്ക് വേണം. അപ്പോൾ അതുപോലെ പാലെടുത്ത് വെക്കുക. ഇനി ഞാനൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച 2 സവോള ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി സവോള നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 കുടം വെളുത്തുള്ളിയും 5 പച്ചമുളകും കൂടി മിക്സിയിൽ പേസ്റ്റ് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളിയാണ്. 2 തക്കാളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. ആദ്യം ഞാനിവിടെ 2 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി 2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഈ 2 പൊടിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ബീഫ് ഞാൻ ആദ്യം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ വെള്ളമൊക്കെ ഊറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് തന്നെ വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലോട് കൂടിയ ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 1 കപ്പ് രണ്ടാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് 1 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടാം പാലാണ്. 1 കപ്പ് രണ്ടാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അടിയിൽ പിടിക്കാതെ വെന്ത് കിട്ടും. നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാനെല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഞാനിവിടെ ആദ്യം 2 വിസിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തു. പിന്നെ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ കുറുകിയിട്ട് ഒട്ടും ഓവർ വെള്ളം ഇല്ലാതെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ ഒന്നാം പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് നമുക്കിത് പതിപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കുറുമയാണ്. പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.